പണ്ട് നല്ല ആക്ടേഴ്സും ഉണ്ടായിരുന്നു. അതായത് ഈ ആക്ടേഴ്സിനൊക്കെ പെർഫോം ചെയ്യാൻ, ഇപ്പം നല്ല ആക്ടേഴ്സ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അവർ പെർഫോം ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. എങ്ങനെയാണ് പെർഫോം ചെയ്ത് നമ്മൾ കാണുന്നത്? പെർഫോം ചെയ്യാനുള്ള സ്പേസ് അതിലുള്ളത് കൊണ്ടാണ്. ഇപ്പം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ആയിക്കോട്ടെ, കെ പി സി ലളിത ചേച്ചി ആയിക്കോട്ടെ, ഇന്നസെൻ്റ് ഏട്ടാണെങ്കിൽ മാ ചേട്ടൻ, പപ്പു ചേട്ടൻ, അങ്ങനെ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസിനുള്ള സാധ്യതകളുണ്ടായിരുന്നു. നമ്മളിപ്പോഴും റീലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഇതൊക്കെ തന്നെയല്ലേ? പഴയ സിനിമകൾ, പുതിയ സിനിമകൾ നമ്മൾ എവിടെ റീലായിട്ട് കാണണേ? നമ്മളിപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത് പഴയ പാട്ടുകളല്ലേ? ഞാൻ ഇന്ന് രാവിലെയും വെച്ചിട്ടുള്ളത് പഴയ പാട്ടുകളാണ്, പഴയ കോമഡികള്. അതെ. അപ്പം നമ്മളും ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കും. അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ ഏജിൻ്റെ പ്രശ്നമാണ്. ഞാൻ 85 ആണ്. അപ്പോൾ 85 കൊണ്ടായിരിക്കും ഞാൻ പഴയത് കാണുന്നത്. വെറുതെ തോന്നുകയാണ്. എൻ്റെ കുട്ടികൾ 14 വയസ്സുള്ള ഒരാളുണ്ട്, 10 വയസ്സുള്ള ഒരാളുണ്ട്. ഈ രണ്ടുപേരും ഈ പറയുന്ന കിലുക്കവും പൊന്മുട്ടിടുന്ന താറാളവും അങ്ങനെ പറയുന്ന എല്ലാ താളവും മണിച്ചതാടൊക്കെ എത്ര പ്രാവശ്യം കാണുമെന്നറിയോ? അപ്പം ഇതുവരെ മാറ്റാതെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്കും ഇത് രസിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ എല്ലാ ജനറേഷനും രസിക്കുന്ന രീതിയിലുള്ള സിനിമകൾ പണ്ട് സംഭവിച്ചിരുന്നു. ഇപ്പം നമ്മൾ സത്യസന്ധമായിട്ട് പറയണ എത്ര സിനിമ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്? ഒരു വട്ടേ ഒരു സിനിമ കാണുന്നുള്ളൂ ശരിക്കും. അതാണ് എൻ്റെ പ്രശ്നം. പണ്ടത്തെ സിനിമകളാണ് എല്ലാ സമയവും യൂട്യൂബിൽ ഇട്ട് കാണുന്നത്.